ഗായ്സ് നമ്മളിന്ന് എക്സിബിഷൻ വന്നേക്കാണ് എക്സിബിഷൻ സ്ഥലം. എക്സിബിഷൻ ഹാളിലേക്ക് കിടക്കണ മുമ്പുള്ള ഇതാട്ട. അവിടെ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. പിന്നെ ആദ്യം തന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ കടകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങാൻ പോയിരുന്നല്ല. നമ്മളെല്ലാ കൊല്ലം വരാറുണ്ട് കേട്ടോ എക്സിബിഷൻ മുടങ്ങാണ്ട്. അമ്മയ്ക്ക് പിന്നെ ഫ്രീ ടിക്കറ്റ് കിട്ടണാൻ നമ്മൾ പിന്നെ എല്ലാ കൊല്ലം പോവും. കുറേ കപ്പുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് വെറുതെ ഷോ കാണിക്കുന്നതല്ലാണ്ട് വാങ്ങാനൊന്നും പോകുന്നതൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തുടങ്ങിയ ചൂടാട്ടോ. അയ്യോ സഹിക്കാൻ പറ്റണില്ല. ഈ ഫാൻ്റെ മുമ്പിൽ നിന്നപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്. ഭയങ്കര തിരക്കും അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതുകൂടെ നടന്നു പോയപ്പോൾ ഒരു അലുവ തന്നുട്ടാ. അവിടെ അലുവ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ നമുക്ക് അലുവ തന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളുടെ പണ്ടത്തെ കാലത്തെ കുറേ മിഠായികൾ, ഈ പുളിമിഠായി അങ്ങനത്തെ കുറേ മിഠായികളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെറൈറ്റി ഒരു സാധനം കണ്ടതാട്ടാ, ചോക്ലേറ്റിൻ്റെ ബുക്ക്. ശരിക്കും ചോക്ലേറ്റിൻ്റെ മണം ഉണ്ട് അതിന്. പിന്നെ ഒരു ബുക്ക് കൂടിയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. എന്തായാലും മേടിച്ചിട്ട് ഉപകാരമൊന്നുമില്ല. വെറുതെ മേടിച്ച് പൈസ കളയാനുള്ള പകരം അവിടെ മിണ്ടാണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് പോകുമ്പോൾ മെയിനുള്ളൊരു പ്രശ്നം കേട്ടോ, വിശിക്കുക, വെള്ളം ദാഹിക്കുക, ഇതന്നെ. അടുത്തത് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടാ. നമ്മൾ പിന്നെ ഏത് ഫ്ലേവറാണ് പറഞ്ഞേ, ഏതോ ബിസ്ക്കറ്റിൻ്റെ എന്തോ ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. അത് മേടിച്ചു പെടച്ചു അങ്ങോട്ട്. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. അപ്പോഴേക്ക് അടുത്ത സ്ഥലമെത്തി. ഇതിനുള്ളിലേക്ക് മെയിനായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാനാണ്. ഇങ്ങനെ ഒരാൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഇത് കഴിച്ച് നോക്കുക, ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു. നമ്മൾ അവരുടെ നിന്ന് മേടിക്കുന്നല്ലാണ്ട് സംഭവം മേടിക്കില്ല. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പോഴേക്ക് അടുത്ത സ്ഥലം ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് സ്ക്യൂട്ടായി. അവിടെ നിന്ന് മേടിച്ചൊന്നുമില്ല കേട്ടാ, വെറുതെ തന്നെ മേടിച്ച് തിന്നാതെ തന്നെ. കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് നടന്നു കേട്ടാ. നടന്നവന് ഒരു മസാജറിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അത് ആവശ്യത്തെ കാരണം നമ്മളവിടെ നൈസായിട്ടായി. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫോട്ടോയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, ഫ്രെയിം ചെയ്ത് വെച്ചേക്കണത്. പിന്നെ നമുക്ക് വീണ്ടും ദാഹിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടാ. ഇവിടെ നിന്ന് ഇനി അടുത്ത സംഭവം മേടിക്കാൻ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാട്ടാ. പറഞ്ഞ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ കിട്ടി നമുക്ക്. നമ്മൾ സാധനം ഒരു മൊജീറ്റും പിന്നെ ഒരു അവിൽ മിൽക്കാട്ടാ. രണ്ട് സാധനം പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് ആട്ടാ. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ക്യൂട്ട് എക്സ്പ്രഷൻ ഇരിക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ മൊജിറ്റോ വന്നുട്ടാ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സാധനം എത്തി. എന്നിട്ട് അടുത്തത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞു. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ അടുത്തത് ജ്വല്ലറി ആട്ടാ. ജ്വല്ലറി ഏത് പെണ്ണാ നിൽക്കാത്ത. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം നോക്കി. സാധനം എടുക്കത്ത റേറ്റ് ആയ കാരണം നമ്മൾ ആ ഭാഗത്ത് പിന്നെ നോക്കിയില്ല കേട്ടാ. പിന്നെ മീൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അപ്പോഴേക്ക് അടുത്തതായിട്ട് വിഷ്ണു. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ചട്നി എൻ്റെ മേലെ ഒഴിച്ച കാരനാന്ന് തോന്നുന്നു കുറച്ച് ടേസ്റ്റിന് വ്യത്യാസം എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡിൻ്റെ സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് റൈഡ് നൈസായിട്ട് പേടിയായ കാരണം ഞാൻ അതിലൊന്നും കയറിയില്ലേ, വെറുതെ നോക്കിയിരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് നേരം അങ്ങോട്ട് നോക്കിയിരുന്നു കേട്ടാ. എനിക്ക് ഭയങ്കര പേടി, എന്താണ് പറയാൻ പാടില്ല, നെഞ്ചിന് എന്തോ സാധനം പോണ പോലെയൊക്കെ തോന്നിച്ചാ. അത് കാരണം ഞാൻ കയറിയില്ല ഇതൊന്നും. അപ്പോൾ പിന്നെ അവിടുന്ന് നൈസായിട്ടൊന്ന് പോയിട്ടാ. അവനെ കുറേ പറഞ്ഞു കയറുന്നു, പക്ഷെ നമ്മൾ കയറിയില്ല. അതിനിട്ട് വീണ്ടും ചൂടല്ലേ ദാഹിക്കുക, അടുത്തൊരു സ്പ്രൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്രൈറ്റ് കുടിച്ചപ്പോൾ എന്തൊരാശ്വാസം. പിന്നെ നമ്മൾ സാറ്റലൈറ്റിൻ്റെ അവിടെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കയറി നിൽക്കുമ്പോൾ വെയിറ്റ് എല്ലാ സോളാർ സിസ്റ്റം തന്നെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കയറി നിൽക്കുമ്പോൾ എല്ലാ പ്ലാനറ്റിലും ഇങ്ങനെ നമ്മുടെ വെയിറ്റ് കാണിക്കും, ഓരോ പ്ലാനറ്റിൽ എത്രയാണ് നമ്മുടെ വെയിറ്റ് എന്നൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ കിടന്ന് നടന്നു. പിന്നെ വയ്യാണ്ടായി. അയ്യോ ഇങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത്രേ ഉള്ളപ്പോൾ ഓക്കെ ബായ്.